പത്രലേഖന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാഗതം. പാർട്ടിയുടെ 25ാം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വൈപ്പിൻ മണ്ഡല സമ്മേളനം നടക്കുന്നതിൻ്റെ വിശദവിവരം പത്രലേഖന്മാരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് പ്രസ് മീറ്റ് വെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിലാണ് പാർട്ടി കോൺഗ്രസ് പഞ്ചാബിൽ വെച്ച് നടക്കുന്നത്. സെപ്റ്റംബർ അവസാനം, സെപ്റ്റംബർ ആദ്യവാരം ആലപ്പുഴയിൽ വെച്ച് സംസ്ഥാന സമ്മേളനവും, ജൂലൈ അവസാന വാരം കോതമംഗലത്ത് വെച്ച് ജില്ലാ സമ്മേളനവും നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആരംഭിച്ച ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് വൈപ്പിൻകരയിലെ 90 ബ്രാഞ്ചുകൾ സമ്മേളനങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ച് അതിനുശേഷം അതിൻ്റെ 9 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം ഈ മാസം 6, 7, 8 തീയതികളിലായിട്ട് ഞാറക്കൽ വെച്ച് വൈപ്പിൻ മണ്ഡല സമ്മേളനം നടത്തിയ 90 ബ്രാഞ്ചുകളിലായി 1084 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 205 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 6-ാം തീയതി പാലിയം സമരസേനാനി KR ലോറൻസിൻ്റെ കൊച്ചുംപുരത്തുള്ള വസതിയിൽ നിന്ന് കൊടിമര ജാഥ പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PS ഷാജിയുടെ നേതൃത്വത്തിലും മാലിപ്പുറത്തുള്ള മുൻ മണ്ഡലം സെക്രട്ടറി ഹസൻ മാസ്റ്ററുടെ വസതിയിൽ നിന്നും കപ്പിയും കയറും ജാഥ MB അയ്യൂബിൻ്റെ നേതൃത്വത്തിലും നായരമ്പലത്ത് വെളിയത്താമ്പറമ്പിലുള്ള ഈ അടുത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞ മഹിളാ സംഘത്തിൻ്റെ ആദ്യകാല ജില്ലാ നേതാക്കളിൽ ഒരാളായ PK ശാന്തകുമാരിയുടെ വസതിയിൽ നിന്ന് പതാക ജാഥ KJ ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിലും ആരംഭിച്ച് വടക്കുന്ന് വരുന്ന പതാക ജാഥ ആശുപത്രിപ്പടി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് പാർട്ടി സഖാക്കളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി സഹോദര നഗറിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കാനൻ രാജേന്ദ്രൻ നഗറിൽ വൈകിട്ടെത്തിച്ചു. അതിന് സമാനമായിട്ട് തെക്ക് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയും കപ്പിയും കയറും ജാഥയും മാലിപ്പുറം പെരുമാൾപ്പടിയിൽ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് സഖാക്കളുടെയും വാദ്യമേളങ്ങൾ അകമ്പടിയോടുകൂടി ആ ജാഥകളും വൈകിട്ട് ഏകദേശം 5:30 മണിയോടുകൂടി കാനൻ രാജേന്ദ്രൻ നഗറിൽ എത്തിച്ചേരുമ്പോൾ പാർട്ടിയുടെ വൈപ്പിൻകരയിലെ സീനിയർ സഖാവായ മുൻ ഞാറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NA ദാസൻ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിൻ്റെ നടപടികൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം കാനൻ രാജേന്ദ്രൻ നഗറിൽ സാംസ്കാരിക സമ്മേളനമാണ് ആലോചിച്ചിട്ടുള്ളത്. സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മനുഷ്യാവകാശ പ്രവർത്തകയും ലളിതകലാ സാഹിതിയുടെ സംസ്ഥാന രക്ഷാധികാരിയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറും സർവോപരി NE ബലറാമിൻ്റെ മകളുമായ ഗീതാ നസീറാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിലെ മുഖ്യ പ്രാസംഗികൻ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്ത വാഗ്മി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തുന്നു. യുവകലാ സാഹിതിയുടെ മണ്ഡലം സെക്രട്ടറി റിട്ടയർഡ് മേജർ KS അലി ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുന്നു.
ഇതാണ് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം. രണ്ടാമത്തെ ദിവസം രാവിലെ 10 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായ സഖാവ് ജെ ചിഞ്ചുറാണി പ്രതീക സമ്മേളനം ഉദ്ഘാടനത്തിന് ശേഷം പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരെ ആദരിക്കലും പാർട്ടി അംഗങ്ങളുടെ മക്കളെ +2-നും SSLC-ക്കും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഹാക്കൾ മാത്രമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം 7-ാം തീയതി 8-ാം തീയതി നടക്കും. 8-ാം തീയതി അവസാനം ഉച്ചയ്ക്ക് ശേഷം പുതിയ കമ്മിറ്റിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളന നടപടികൾ അവസാനിക്കും. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ വാർത്തകളും കൊടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കണമെന്നാണ് ബഹുമാന്യരായ പത്ര റിപ്പോർട്ടർമാരുടെ അഭ്യർത്ഥിക്കുന്നത്.